ഇപ്പോൾ പത്മശ്രീ വിവാദത്തിൽ മന്ത്രി എ കെ ബാലൻ മാധ്യമങ്ങളെ കാണുന്നു. പറ്റിയിട്ടുള്ള തെറ്റ് ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞ് നമ്പി നാരായണനോടും കേരളത്തോടും ക്ഷമാപണം നടത്താൻ അദ്ദേഹം തയ്യാറാകണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇവിടെ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരാളെയും കേരള ഗവൺമെന്റോ കേരള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഒരിക്കലും വിമർശിക്കില്ല. അതാത് മേഖലയിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള സംഭാവനകൾ കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന അവാർഡാണ്. അർഹതപ്പെട്ട പലർക്കും കിട്ടിയിട്ടില്ല എന്നുള്ള ആക്ഷേപം എനിക്കുണ്ട്. അത് പലപ്പോഴും കൊടുക്കാനും സാധിച്ചിട്ടില്ല. പക്ഷെ കിട്ടിയവർ ഏതെങ്കിലും രൂപത്തിൽ മോശക്കാരാണ് എന്ന് ചിത്രീകരിക്കാൻ ഞങ്ങളാരും തയ്യാറല്ല. അതിന് നമ്മളെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. ബിജെപിയോടൊപ്പമാണ് സെൻകുമാർ അടുത്ത കാലത്തായിട്ട് പ്രവർത്തിച്ചു. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഒരു അവാർഡിനെതിരെ പ്രതികരിക്കുന്നതിനകത്തൊരു വൈരുദ്ധ്യം തോന്നുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞത് ശ്രീധരൻപിള്ളക്ക് പറയാൻ ലേശം ബുദ്ധിമുട്ടുണ്ടാവും, അതെനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ബിജെപിയുടെ അഖിലേന്ത്യാ നേതൃത്വം ഇതിൽ പ്രതികരിക്കണം. കേന്ദ്ര ഗവൺമെന്റ് സ്ക്രൂട്ടിനി നടത്തി പരിശോധിച്ച് ഓരോരോ മേഖലയിലെയും സംഭാവന കണക്കിലെടുത്ത് റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് പത്മ അവാർഡ്. അത് പ്രധാനമന്ത്രിയുടെ അറിവോടുകൂടിയിട്ടാണ് പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നത്. അതിനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അറിവോടുകൂടി ഇന്ത്യൻ പ്രസിഡന്റ് 76 റിപ്പബ്ലിക് ഡേക്ക് പത്മ അവാർഡ് പ്രഖ്യാപിച്ച ഒരാൾ ഗോവിന്ദചാമിക്ക് സമമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിജെപിയാണ് പ്രതികരിക്കേണ്ടത്. അത് വൈകിക്കൂടാ എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. നമ്പി നാരായണന് പത്മഭൂഷൺ നൽകിയ വിഷയത്തിൽ മന്ത്രി എ കെ ബാലൻ പ്രതികരിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്, യാതൊരാളെയും വിമർശിക്കാൻ പത്മഭൂഷൺ കിട്ടിയ അല്ലെങ്കിൽ പത്മ പുരസ്കാരവുമായി ബന്ധപ്പെട്ട യാതൊരു പ്രതികരണത്തിനും സർക്കാരില്ല, വിമർശിച്ച സർക്കാരില്ല. അത് ബിജെപി ആ വിഷയത്തിൽ പ്രതികരണം നടത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. എന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ, നമ്പി നാരായണന് പത്മഭൂഷൺ കൊടുത്തതിനെതിരെ ബിജെപി പാളയത്തിൽ നിന്ന് തന്നെ കടന്നാക്രമണം. ബിജെപിക്കൊപ്പം നിൽക്കുന്ന മുൻ ഡിജിപി ടി പി സെൻകുമാർ നമ്പി നാരായണനെതിരെ കടുത്ത ആരോപണങ്ങളുമായി രംഗത്ത് വന്നു. നമ്പി നാരായണൻ കുറ്റവിമുക്തനായിട്ടില്ലെന്നും പുരസ്കാരം അമൃതിൽ വിഷം വീണതുപോലെയാണെന്നുമാണ് ആരോപണം. അടുത്ത വർഷം ഗോവിന്ദചാമിക്കും മറിയം റഷീദയ്ക്കും പത്മ പുരസ്കാരം നൽകുമോ എന്നും സെൻകുമാർ ചോദിച്ചു. സെൻകുമാർ പറയുന്നതെല്ലാം അബദ്ധങ്ങളാണെന്നായിരുന്നു നമ്പി നാരായണന്റെ മറുപടി. എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് ആ ജനാധിപത്യ രാജ്യത്തിലെ ഒരു പൗരനുള്ള അവകാശം ഉപയോഗിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജി തന്നെ അന്വേഷിക്കാൻ ഏർപ്പെടുത്തിയിരിക്കെ അതിൽ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കാനിരിക്കെ ഒരു നടപടി എടുത്തത് തീർച്ചയായിട്ടും അമൃതിൽ വിഷം ചേർത്ത ഒരു രീതിയായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ നമ്പി നാരായണന് പത്മഭൂഷൺ ലഭിക്കുമ്പോൾ അത് രാജ്യം മാപ്പ് പറഞ്ഞതുപോലൊരു വികാരമാണ് ഉണ്ടാക്കിയത്. 1/4 നൂറ്റാണ്ട് മുഴുവൻ ചാരനെന്ന് മുദ്രകുത്തി വേട്ടയാടിയ ആളോട് രാജ്യം ചോദിച്ച ക്ഷമാപണം. പക്ഷേ ഇന്ന് നേരം പുലർന്നതോടെ വികാരം മാറുകയാണ്. ബിജെപി പാളയത്തിൽ അടുത്ത കാലത്തെത്തിയ ടി പി സെൻകുമാറാണ് പതിറ്റാണ്ടുകൾ പഴകിയ വൈരം അടങ്ങിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയത്. കടുത്ത വാക്കുകളായിരുന്നു സെൻകുമാർ ഉപയോഗിച്ചത്. ഈ വർഷം വിട്ടുപോയ മറിയം റഷീദയ്ക്ക് പത്മവിഭൂഷൺ തന്നെ കിട്ടുമോ എന്ന് എനിക്ക് പ്രത്യാശയുണ്ട്. ഈ വർഷം വിട്ടുപോയതാണ്. ISROയിൽ നടന്ന കാര്യങ്ങൾ കോടതി പരിശോധിച്ച് കഴിഞ്ഞിട്ടില്ലെന്നാണ് സെൻകുമാറിന്റെ വാദം. സെൻകുമാറിന്റെ ആരോപണത്തിന് കടുത്ത ഭാഷയിലാണ് നമ്പി നാരായണന്റെ മറുപടി. ചാരക്കേസ് ഉണ്ടാക്കുന്നതിനായി ഗൂഢാലോചന നടത്തിയ കേസിലെ പ്രതിയാണ് സെൻകുമാർ. ഞാനൊരു 1 കോടി രൂപയുടെ കോമ്പൻസേഷൻ സൂട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മിസ്റ്റർ സെൻകുമാർ ഒരു പ്രതിയാണ്. നമ്പി നാരായണൻ എന്തു ചെയ്തിട്ടാണ് പുരസ്കാരം നൽകിയതെന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെ. പുള്ളി ഇപ്പോൾ ചോദ്യങ്ങളെല്ലാം ചോദിക്കേണ്ട സ്ഥലം അതാണ്. അവിടെ വേണം ചെന്ന് ചോദിക്കാനായിട്ട്. പിന്നെ ഇങ്ങനെ പബ്ലിക്കായിട്ട് സംസാരിക്കുന്നതിൽ ഒരു കാര്യം ഉണ്ടാവും, ഒന്നുമില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമോ എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു നമ്പി നാരായണന്. ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതുകൊണ്ട് പുള്ളിക്ക് എന്താ കുഴപ്പം? രാഷ്ട്രപതി പ്രഖ്യാപിച്ച പുരസ്കാരത്തിനെതിരെ സെൻകുമാർ രംഗത്തു വന്നത് ബിജെപി ക്യാമ്പിനെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാന DGP പദവിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതു മുതൽ പ്രധാനമന്ത്രിക്കും ബിജെപിക്കും അനുകൂലമായ പരസ്യ നിലപാടാണ് സെൻകുമാർ സ്വീകരിച്ചിരുന്നത്. ശബരിമല കർമ്മസമിതിയുടെ അമരത്തും സെൻകുമാർ ഉണ്ടായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. അതേസമയം സെൻകുമാറിനെ പുരസ്കാരത്തിനായി ശുപാർശ ചെയ്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസല്ലെന്ന വിശദീകരണവും പുറത്തുവന്നു. ഒരു BJP MP ആണ് ഇതിന് പിറകിൽ എന്ന രീതിയിൽ വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. സെൻകുമാറിന്റെ പ്രസ്താവനയിൽ പ്രതികരിക്കാനില്ലെന്ന് BJP പറഞ്ഞു. നമ്പി നാരായണന് പത്മഭൂഷൺ നൽകിയത് സ്വാഗതം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പറഞ്ഞു.
സുവി വിശ്വനാഥ് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സുവി, ഈ വിഷയത്തിൽ BJP സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം എന്താണ്? രഞ്ജിത്ത്, സെൻകുമാറിന്റെ പ്രസ്താവനയിൽ പ്രതികരിക്കാനില്ല എന്നാണ് ഇപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള അറിയിച്ചിരിക്കുന്നത്. രാഷ്ട്രപതിക്ക് ലിസ്റ്റ് അയച്ചു നൽകിയത് സംസ്ഥാന സർക്കാരാണ്. സമിതി നൽകിയ ശുപാർശ പ്രകാരമാണ് അവാർഡ് നൽകിയത്. നമ്പിനാരായണന് പത്മഭൂഷൺ നൽകിയതിനെ താൻ സ്വാഗതം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഒരു വിവാദത്തിലേക്ക്, ഈ വിവാദത്തിലേക്ക് തൽക്കാലം ഇടപെടാൻ സംസ്ഥാന BJP നേതൃത്വം ഇല്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ തൃശ്ശൂരിൽ യുവമോർച്ചയുടെ പരിപാടിക്ക് വേണ്ടിയായിരുന്നു PS ശ്രീധരൻപിള്ള എത്തിയത്. അപ്പോഴാണ് അദ്ദേഹത്തെ മാധ്യമങ്ങൾ കണ്ടത്. ശരി സുവി. മറ്റു വാർത്തയിലേക്ക് പോയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കേന്ദ്ര നേതാക്കൾ കേരളത്തിലെ സ്ഥാനാർത്ഥികളാകുമെന്ന വാർത്ത തള്ളി CPM. മത്സരിക്കാൻ ഇവിടെ തന്നെ നേതാക്കൾ ഉണ്ടെന്നും കേന്ദ്ര നേതാക്കൾ മത്സരിക്കില്ലെന്നും പോളിറ്റ് ബ്യൂറോ അംഗം S. രാമേന്ദ്രൻപിള്ള പറഞ്ഞു. കേരളത്തിൽ മുന്നണി നില മെച്ചപ്പെടുത്തുമെന്നും SRP ന്യൂസ് 18നോട് പറഞ്ഞു. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, കേന്ദ്ര കമ്മിറ്റി അംഗം വിജു കൃഷ്ണൻ എന്നിവരിലൊരാൾ കേരളത്തിൽ നിന്ന് മത്സരിക്കുമെന്നായിരുന്നു അഭ്യൂഹം. കാരാട്ടിനെ പാലക്കാട്ടും വിജു കൃഷ്ണനെ കണ്ണൂരിലും പരിഗണിക്കുമെന്നും വാർത്തകളുണ്ടായിരുന്നു. വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. 2-3 ആഴ്ചക്കാലത്തേക്ക് കൂടി ഇത്തരം ഊഹാപോഹങ്ങൾക്ക് മാർക്കറ്റുണ്ട്. ഞങ്ങൾ ഇത് സംബന്ധിച്ച് കേന്ദ്രവും ചർച്ച ചെയ്തിട്ടില്ല, കേരളത്തിലും ചർച്ച ചെയ്തിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും കോൺഗ്രസിന്റെ അവസരവാദ നിലപാടുകളും തന്നെയാകും പ്രധാന പ്രചരണ വിഷയം. ശബരിമല വിഷയത്തിലും പ്രളയവും നിപയും ഉൾപ്പെടെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലും സർക്കാരിന്റെ മികച്ച പ്രവർത്തനം തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും. കോൺഗ്രസുമായി ദേശീയതലത്തിൽ സഖ്യത്തിന് പ്രസക്തിയില്ലെന്നും SRP. ഇന്നിപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഒരു സഖ്യത്തിനൊന്നും ഇന്ന് സാധ്യതയില്ല, പ്രസക്തിയില്ല. പല പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുമാണ്. ചില പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളായിട്ട് കോൺഗ്രസുമായി ചേരുന്നതിന് പോലും തയ്യാറല്ല. ദേശീയ നേതാക്കൾ മത്സരിക്കില്ലെങ്കിലും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയെ മത്സരിപ്പിക്കാൻ ആലോചനയുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗവും ദളിത് ശോഷൺ മുക്തി മഞ്ച് ദേശീയ പ്രസിഡന്റുമായ K. രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് മത്സരിക്കും. കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിക്കും കണ്ണൂരിൽ ഒരവസരം കൂടി നൽകും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KN ബാലഗോപാൽ, P. രാജീവ് എന്നിവരും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടാകും. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കേന്ദ്ര നേതാക്കൾ മത്സരിക്കുമെന്നത് അഭ്യൂഹമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പാർട്ടി ഇക്കാര്യം ആലോചിച്ചിട്ടില്ല. സംസ്ഥാനത്ത് മത്സരം UDF-ഉമായാണ്. മോദി ഭരണകാലത്ത് വായു പോലും സ്വകാര്യവൽക്കരിച്ചെന്നും യെച്ചൂരി പറഞ്ഞു. കേന്ദ്രത്തിൽ തൂക്കുസഭയും കേരളത്തിൽ LDF-ന് തിരിച്ചടിയും പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ കാര്യമാക്കുന്നില്ലെന്നും യെച്ചൂരി കൊച്ചിയിൽ പറഞ്ഞു. But the point is that this is an issue that we have not been discussed at all in our committees at any level. So I don't know where this is emanating from. There is no such discussion that took place either in the Politburo or the Central Committee so far. Which survey said that the BJP will lose in Madhya Pradesh, Rajasthan and Chhattisgarh? So surveys are surveys. They'll be there. കോട്ടയത്തിന് പകരം സീറ്റ് ഇടതുമുന്നണിയോട് ആവശ്യപ്പെടാൻ ജനതാദൾ എസ് തീരുമാനം. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലുമാണ് ജനതാദളിന്റെ കണ്ണ്. മുന്നണിയിൽ തിരിച്ചെത്തിയ ലോക് താന്ത്രിക് ജനതാദളും നവാഗതരായ ജനാധിപത്യ കേരള കോൺഗ്രസും സീറ്റ് ആവശ്യവുമായി രംഗത്തുണ്ട്. 15 സീറ്റിൽ CPM, 4 CPI, 1 സീറ്റ് ജനതാദൾ എസിന്. ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജനം. ജനതാദളിന് ലഭിച്ച കോട്ടയത്ത് മത്സരിച്ചത് മാത്യു ടി തോമസ്. ഇത്തവണ കോട്ടയം CPM ഏറ്റെടുക്കുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ പത്തനംതിട്ടയോ തിരുവനന്തപുരമോ ആവശ്യപ്പെടാനാണ് ജനതാദളിന്റെ തീരുമാനം. പത്തനംതിട്ട ലഭിച്ചാൽ മാത്യു ടി തോമസ് സ്ഥാനാർത്ഥിയാകും. തിരുവനന്തപുരത്ത് മുൻ MP കൂടിയായ നീലലോഹിതദാസൻ നാടാരുടെ പേരാണ് പരിഗണനയിൽ. CPI സ്ഥിരമായി തോൽക്കുന്ന സീറ്റിൽ നീലൻ വന്നാൽ വിജയിക്കാനാകുമെന്നാണ് ജനതാദളിന്റെ അവകാശവാദം. മുന്നണിയോട് സീറ്റ് ആവശ്യപ്പെടാൻ കഴിഞ്ഞ ആഴ്ച ചേർന്ന പാർട്ടി സംസ്ഥാന നേതൃയോഗമാണ് തീരുമാനിച്ചത്. കോഴിക്കോടിൽ കലഹിച്ച് മുന്നണി വിട്ട ശേഷം തിരിച്ചെത്തിയ ലോക് താന്ത്രിക് ജനതാദളും അവകാശവാദവുമായി രംഗത്തുണ്ട്. പാർട്ടിക്ക് സ്വാധീനമുള്ള കോഴിക്കോടോ വടകരയോ ആണ് അവരുടെ ആവശ്യം. പത്തനംതിട്ട അല്ലെങ്കിൽ കോട്ടയം, ഇതാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആവശ്യം. ഇടുക്കിയിൽ സിറ്റിംഗ് MP ജോയ്സ് ജോർജ് തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായതിനാലാണ് അവർ ഇടുക്കി ചോദിക്കാത്തത്. ഫ്രാൻസിസ് ജോർജിനെ പത്തനംതിട്ടയിലോ കോട്ടയത്തോ സ്ഥാനാർത്ഥിയാക്കിയാൽ മധ്യ തിരുവിതാംകൂറിലും മറ്റു ക്രൈസ്തവ സ്വാധീന മേഖലകളിലും മുന്നണിക്ക് ഗുണം ചെയ്യുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ ഇടതുമുന്നണി പിന്തുണച്ചത് കോൺഗ്രസ് നേതാവ് ഫിലിപ്പോസ് തോമസിനെയായിരുന്നു. കോട്ടയവും CPM സീറ്റല്ല. അതിനാൽ ഇതിലേതെങ്കിലും ഒന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി നേതൃത്വം. ന്യൂസ് 18
തിരുവനന്തപുരം. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് നടത്തിയ DCP ചൈത്ര തെരേസ ജോണിനെതിരെ നടപടിക്ക് സാധ്യത. DCPയുടെ നടപടിയിൽ ആഭ്യന്തര വകുപ്പ് പോലീസ് മേധാവിയോട് വിശദീകരണം തേടി. അതേസമയം DCPയുടെ താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന ചൈത്രയെ വുമൺസ് സെല്ലിലേക്ക് തിരിച്ചയച്ചു. മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ കല്ലേറ് നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു വ്യാഴാഴ്ച CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ DCP ചൈത്ര തെരേസ ജോൺ പരിശോധന നടത്തിയത്. 50ഓളം വരുന്ന പ്രതികളിൽ ചിലർ CPM ഓഫീസിലുണ്ടെന്ന ധാരണയിലായിരുന്നു പരിശോധന. നേതാക്കൾ തടഞ്ഞെങ്കിലും ചൈത്ര തെരേസ ജോൺ റെയ്ഡിന് നിർബന്ധം പിടിക്കുകയായിരുന്നുവെന്ന് പാർട്ടി നേതൃത്വം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ധരിപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പ് വിശദീകരണം ചോദിച്ചത്. തിരുവനന്തപുരം DCP ആദിത്യ ശബരിമല ഡ്യൂട്ടിക്ക് പോയ ഒഴിവിലാണ് വിമൻസ് സെൽ SP ആയ ചൈത്ര തെരേസ ജോൺ DCPയുടെ താൽക്കാലിക ചുമതല ഏറ്റെടുത്തത്. സംഭവത്തിന് പിന്നാലെ വുമൺസ് സെല്ലിലേക്ക് ചൈത്ര തെരേസ ജോണിനെ മടക്കി അയച്ചു. പോക്സോ കേസിൽ ഉൾപ്പെട്ട 2 പ്രതികളെ കാണാൻ അനുവദിച്ചില്ല എന്ന ആരോപണം ഉന്നയിച്ചായിരുന്നു DYFI പ്രവർത്തകർ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് കല്ലെറിഞ്ഞത്. ന്യൂസ് 18 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് അരികെ അത്യപൂർവമായ തിരുത്തലുകൾ ഒഴിച്ചു നിർത്തിയാൽ പൊന്നാനിക്കും മലപ്പുറത്തിനും പേര് ഇടതുകേറാ മല എന്നാണ്. പക്ഷേ ഇത്തവണ LDF 2 അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ കാര്യം എങ്ങനെയാകും? പൊന്നാനിയിൽ അട്ടിമറി ജയവും മലപ്പുറത്ത് അഭിമാനമുയർത്തുന്ന പോരാട്ടവും ആണ് ഇടതുമുന്നണി ലക്ഷ്യം വെക്കുന്നത്. ആര് വന്നാലും കുലുങ്ങില്ലെന്ന് പറയുന്ന ലീഗും കരുതലോടെയാണ് നീങ്ങുന്നത്. മലപ്പുറം ജില്ലയിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം ഇതുവരെ ജയിച്ചിട്ടുള്ളത് 4 തവണ മാത്രം. 1962, 67, 71 വർഷങ്ങളിൽ പൊന്നാനിയിലും 2004 മഞ്ചേരിയിലും. 2014 പൊന്നാനിയിൽ ഇടതു സ്വതന്ത്രനായ V. അബ്ദുറഹ്മാൻ ET മുഹമ്മദ് ബഷീറിനെ വിറപ്പിച്ചു. ഭൂരിപക്ഷം 82,784 നിന്നും 25,140 ചുരുക്കാൻ സാധിച്ചു. ഇത്തവണ മികച്ച പോരാട്ടം കാഴ്ചവെക്കുകയല്ല, ഏതു വിധേനയും ജയിച്ചു കയറുകയാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത്. ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക. അത് ചിലപ്പോൾ ചിഹ്നത്തിലായിരിക്കാം, ചിലപ്പോൾ സ്വതന്ത്രനായിരിക്കാം. INL മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണിത്. സീറ്റ് വിഭജനത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് മലപ്പുറം മണ്ഡലത്തിൽ മാത്രമേ സാധിക്കൂ എന്നാണ് CPM നിലപാട്. ഇടതുപക്ഷത്തിന് മികച്ച അടിത്തറയുള്ള പൊന്നാനി മണ്ഡലത്തിൽ ലീഗിനെ മുട്ടുകുത്തിക്കുകയാണ് CPMന്റെ പ്രഖ്യാപിത ലക്ഷ്യം. മന്ത്രി KT ജലീൽ, താനൂർ MLA V. അബ്ദുറഹ്മാൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരൂരങ്ങാടിയിൽ CPI പിന്തുണയോടെ സ്വതന്ത്രമായി മത്സരിച്ച ഇപ്പോൾ സിഡ്കോ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന നിയാസ് പുളിക്കലകത്ത് തുടങ്ങിയവരുടെ പേരുകളാണ് സാധ്യതാ പട്ടികയിൽ മുൻനിരയിലുള്ളത്. 2009 CPIയിൽ നിന്നും പൊന്നാനി സീറ്റ് ഏറ്റെടുത്തത് മുതൽ ലീഗിനെ തോൽപ്പിക്കാൻ സ്വതന്ത്രയെ മുൻനിർത്തിയാണ് CPM പോരാട്ടം നടത്തുന്നത്. അന്ന് PDP പിന്തുണയോടെ മത്സരിച്ചതിന് CPM നൽകിയ വില വളരെ വലുതായിരുന്നു. ഇക്കുറിയും മലപ്പുറത്തേക്കാൾ CPM ശ്രദ്ധ വയ്ക്കുന്നത് 71 കൈവിട്ട പൊന്നാനി തിരിച്ചുപിടിച്ച് ചരിത്രം കുറിക്കാനാണ്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. രാജ്യം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇന്ത്യയുടെ സൈനിക കരുത്തും പ്രൗഢിയും വിളിച്ചോതി രാജ്യം 70ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. രാജ്പഥിൽ രാഷ്ട്രപതി പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസയായിരുന്നു മുഖ്യാതിഥി. കനത്ത സുരക്ഷയിലായിരുന്നു 70ാമത് റിപ്പബ്ലിക് ദിനാഘോഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമനും സൈനിക മേധാവികളും അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പചക്രം അർപ്പിച്ചു. ദക്ഷിണാഫ്രിക്ക പ്രസിഡന്റ് സിറിൽ റഫാമോസ മുഖ്യാതിഥിയായ ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സല്യൂട്ട് സ്വീകരിച്ചു. ഇന്ത്യയുടെ സൈനിക ശേഷിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്നതായിരുന്നു പരേഡ്. Assam Rifles has an all-women contingent led by Major Khushbu Kanwar. നാവികസേനയുടെ പരേഡ് മലയാളിയായ ലഫ്റ്റനന്റ് അംബിക സുധാകരനാണ് നയിച്ചത്. നേതൃത്വം ലഫ്റ്റനന്റ് കമാൻഡർ അംബിക സുധാകരൻ കർ രഹി ഹൈ. റെയിൽവേ സുരക്ഷാ സേനയെ നയിച്ചത് തിരുവനന്തപുരം സ്വദേശി അസിസ്റ്റന്റ് കമാൻഡർ ജിതിൻ ബി രാജ് ആയിരുന്നു. വ്യോമാഭ്യാസ പ്രകടനത്തിൽ ഫ്ലൈയിംഗ് ഓഫീസർ രാഖി രാമചന്ദ്രനും അണിനിരന്നു.
നിശ്ചല ദൃശ്യങ്ങളിൽ കേരളത്തിന്റെ പങ്കാളിത്തമില്ലായിരുന്നുവെങ്കിലും പ്രളയകാലത്തെ അതിജീവനമായിരുന്നു നാവികസേനയുടെ ടാബ്ലോ. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ജനജീവിതം ദുസ്സഹമാക്കുന്ന അക്രമ സമരങ്ങളും ഹർത്താലുകളും ഇനിയും ഉൾക്കൊള്ളണമോ എന്ന കാര്യത്തിൽ ആത്മപരിശോധന നടത്തണമെന്ന് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം. പ്രളയാനന്തര പുനർനിർമ്മാണത്തിന് രാഷ്ട്രീയ ഐക്യം അനിവാര്യമാണെന്നും അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്നും റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ഗവർണർ പറഞ്ഞു. വിവിധ ജില്ലകളിൽ മന്ത്രിമാർ റിപ്പബ്ലിക് ദിന പരേഡിന് അഭിവാദ്യം സ്വീകരിച്ചു. രാവിലെ 8:30 സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ദേശീയ പതാക ഉയർത്തി. തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡ് പരിശോധിച്ച് മാർച്ച് പാസ്റ്റിനെ അഭിവാദ്യം ചെയ്തു. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ ഐക്യം അനിവാര്യമാണെന്നും അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്നും റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ഗവർണർ അക്രമ സമരങ്ങളും ഹർത്താലുകളും തുടരണോ എന്നതിൽ ആത്മപരിശോധന നടത്തണം. And frequent hartals that disrupt normal life and lower the image of our state. നിയമസഭയിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പതാക ഉയർത്തി. കണ്ണൂരിൽ മന്ത്രി ഇ.പി. ജയരാജനും കോഴിക്കോട് എ.കെ. ശശീന്ദ്രനും എറണാകുളത്ത് എ.സി. മൊയ്തീനും പാലക്കാട് എ.കെ. ബാലനും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കൊല്ലത്ത് ജെ. മേഴ്സിക്കുട്ടിയമ്മയും മലപ്പുറത്ത് കെ.ടി. ജലീലും പത്തനംതിട്ടയിൽ കടകംപള്ളി സുരേന്ദ്രനും തൃശൂരിൽ ബി.എസ്. സുനിൽകുമാറും സല്യൂട്ട് സ്വീകരിച്ചു. ഏഴിമല നാവികസേന ആസ്ഥാനത്തും കൊച്ചി ദക്ഷിണ നാവികസേന ആസ്ഥാനത്തും ദേശീയ പതാക ഉയർത്തി. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 തിരുവനന്തപുരം. എഴുത്തുകാരി ഗീതാ മെഹ്ത പത്മശ്രീ പുരസ്കാരം നിരസിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുരസ്കാര പ്രഖ്യാപനം തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്ന് ഗീതാ മെഹ്ത വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. എന്നാൽ തന്നെ തെരഞ്ഞെടുത്തതിൽ സന്തോഷമുണ്ടെന്നും അവർ പറഞ്ഞു. ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ സഹോദരിയാണ് ഗീത. രാഷ്ട്രപതിയുടെ മെഡൽ മകന് ലഭിച്ചതിന് സന്തോഷത്തിലാണ് അഭിലാഷ് ടോമിയുടെ കുടുംബം. നിരവധി പുരസ്കാരങ്ങൾ അഭിലാഷ് ടോമിയെ തേടിയെത്തിയിട്ടുണ്ട് എങ്കിലും റിപ്പബ്ലിക് ദിനത്തിലെ അംഗീകാരം പതിവിലുമേറെ സന്തോഷം നൽകുന്നതായി പിതാവ് റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ VC ടോമി പറഞ്ഞു. ഉദയംപേരൂർ കണ്ടനാട്ടെ അഭിലാഷിന്റെ വീട്ടിലെ ഷെൽഫുകളിൽ പുരസ്കാരങ്ങൾ ഒട്ടനവധിയുണ്ട്. ധീരതയ്ക്കുള്ള കീർത്തിചക്രയും സാഹസികതയുടെ പരമോന്നത ബഹുമതിയായി അംഗീകരിക്കപ്പെടുന്ന ടെൻസിംഗ് നോർഗെ പുരസ്കാരം ഉൾപ്പെടെ അത് നീളുന്നു. പല അവസരങ്ങളിലായി രാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവരിൽ നിന്നും അംഗീകാരം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്തായാലും പ്രസിഡന്റിന്റെ ഒരു അവാർഡാണ്, അതിന് അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട്, വളരെ സന്തോഷമുണ്ട്. മകൻ പായ്വഞ്ചിയിൽ സമുദ്രങ്ങളെ പിന്നിടുമ്പോൾ കൊച്ചിയിലെ വീട്ടിൽ പിതാവ് ഈ ഭൂഗോള മാതൃകയിൽ അവന്റെ യാത്രാപഥങ്ങളെ അടയാളപ്പെടുത്തുകയായിരുന്നു. ഓളപ്പരപ്പിനെ സ്നേഹിച്ച മുൻ നാവികന്റെ മകൻ യാദർശികമായിട്ടല്ല തന്റെ വഴി തെരഞ്ഞെടുത്തതും. പിതാവ് ടോമിയും അമ്മ വത്സയും മകന്റെ യാത്രാവഴിയിൽ പ്രാർത്ഥനയുമായി ഒപ്പമുണ്ട്. ഈ പുരസ്കാരം കൂടുതൽ യാത്രകൾക്ക് പ്രചോദനമാകുമെന്നും കുടുംബം വിശ്വസിക്കുന്നു. ന്യൂസ് 18 കൊച്ചി. ഇടവേള. എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക്. ദുരിതബാധിതരുടെ അമ്മമാർ ജനുവരി 30 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല പട്ടിണി സമരം നടത്തും. 31 മുതൽ ദയാഭായ് നിരാഹാര സമരം തുടങ്ങുമെന്നും ജനകീയ മുന്നണി അറിയിച്ചു. എൻഡോസൾഫാൻ ഇരകളുടെ പുനരധിവാസവും ചികിത്സയും വലിയ ബാധ്യതയാകുന്ന സാഹചര്യത്തിലാണ് ദുരിതബാധിതർ വീണ്ടും പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പട്ടിണി സമരം നടത്തും. 14 ആവശ്യങ്ങളാണ് മുന്നണി ഉന്നയിക്കുന്നത്. ഞങ്ങൾ ഈ സമരത്തിൽ ഉന്നയിക്കുന്നത് അർഹരായ മുഴുവൻ ആളുകൾക്കും ഈ പറയുന്ന പട്ടികയിൽ വരാനുള്ള അവസരം ഉണ്ടാക്കണം. എന്നിട്ട് അവർക്ക് ചികിത്സയും മറ്റ് സഹായങ്ങളും നൽകണമെന്നാണ് ഒന്നാമത്തെ ആവശ്യം. ഇരകളുടെ ചികിത്സയ്ക്കും മറ്റുമുള്ള ചിലവ് കുടുംബങ്ങൾക്ക് താങ്ങാനാകുന്നില്ല. വിദഗ്ധ ചികിത്സ അനുവദിക്കണമെന്നുള്ള സുപ്രീം കോടതി വിധി പോലും നടപ്പിലാക്കുന്ന കാര്യത്തിൽ സർക്കാരിന്റെ മെല്ലെപ്പോക്ക് നയത്തിൽ പ്രതിഷേധിച്ചുകൂടിയാണ് ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുന്നത്. മുൻ സർക്കാരുകൾ നൽകിയ വാഗ്ദാനങ്ങളിൽ പലതും ഇനിയും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും സമരസമിതി ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് 18 കാസർഗോഡ്. സംസ്ഥാനത്ത് സ്വർണത്തിന് റെക്കോർഡ് വില. ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില ഗ്രാമിന് 3050 രൂപയായി. പവന് 24,400 രൂപയാണ് ഇന്നത്തെ വില. ഗ്രാമിന് 3030 രൂപയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന റെക്കോർഡ് വില. രാജ്യാന്തര വിപണിയിലെ വില വർധനവാണ് സംസ്ഥാനത്തും വില കൂടാൻ കാരണം.
സ്വർണ്ണാഭരണ വ്യവസായ മേഖലയിലെ നികുതി വെട്ടിപ്പും കള്ളക്കടത്തും തടയണമെന്ന ആവശ്യവുമായി കേരള ജ്വല്ലേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി GSTയിൽ ഒരു വർഷം 40,000 കോടി രൂപയുടെ വ്യാപാരം നടക്കുമ്പോൾ അനധികൃതമായി 2 ലക്ഷം കോടിയുടെ ഇടപാട് നടക്കുന്നു. 6,000 കോടി രൂപയുടെ നികുതി നഷ്ടം ഇതുവഴി ഉണ്ടാകുന്നു. അനധികൃത മേഖലയെ തളയ്ക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാര്യക്ഷമമായി ഇടപെടണമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനറും മലബാർ ഗ്രൂപ്പ് ചെയർമാനുമായ MP അഹമ്മദ് പറഞ്ഞു. നികുതി മിനിമൈസ് ചെയ്യുക, നികുതി വെട്ടിപ്പ് ഒഴിവാക്കുക. ഏത് രാജ്യം നികുതി വെട്ടിപ്പില്ലോ ആ രാജ്യത്തിന് പുരോഗതിയുണ്ട്. ഇവിടെ നികുതികൾ കൂട്ടി വെക്കുന്തോറും നികുതി വെട്ടിപ്പ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതൊരു പാരലൽ ബിസിനസ്സായിട്ട് കാണുന്നു. അതിൽ ഒരുപാട് ആൾക്കാർക്ക് പങ്കുണ്ട്. ഇവിടെ ഇപ്പം കേരളത്തിൽ സെസ്സൊന്നും വേണ്ട, ഒരു സാധനത്തിനും വേണ്ടിയില്ല. അൺഅക്കൗണ്ട് ബിസിനസ് പിടിച്ചാൽ തന്നെ യഥാർത്ഥ നികുതി പൂർണ്ണമായിട്ടും കിട്ടും. GST വന്നതിന് ശേഷം GST പരിശോധിച്ചത് എത്ര എണ്ണം പരിശോധിച്ചു, എത്ര എണ്ണം പിടിച്ചോ. GST കൃത്യമായിട്ട് ഈടാക്കിയാൽ തന്നെ സർക്കാരിന് ആവശ്യത്തിലധികം നികുതി പിരിക്കും, നികുതി കിട്ടുകയും ചെയ്യും.